ഒരു ബിസിനസ്സിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്യും. നമുക്ക് നല്ല ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ടീമിന് അല്ലേ, നല്ല ടീമിന് ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, സാലറി കൊടുക്കുന്നുണ്ടാവും, എല്ലാം കൊടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഇടയ്ക്ക് ഫുഡൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ടാവും. പക്ഷെ മിസ് ഔട്ട് ആകുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് റൂട്ടീൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. സെയിൽസിൽ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ നടന്നോളൂ എന്നുള്ളത്. നല്ല അഗ്രഗണ്യന്മാരായിട്ടുള്ള സെയിൽസ് ടീം ഉണ്ടാവും കേട്ടോ, അവർക്ക് പിന്നെ റൂട്ടീൻ്റെ ആവശ്യമൊന്നുമില്ല, അവരങ്ങനെ ചെയ്തു പോകുന്നുണ്ടാവും. ഞാൻ ആ കാര്യമല്ല പറഞ്ഞത്. ഒരു നോർമൽ ലെവലിൽ നമ്മുടെ ടീമിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ഒരു റൂട്ടീൻ സെറ്റ് ചെയ്യണം സെയിൽസിൽ. ഏറ്റവും റൂട്ടീന് വേണ്ടാത്തൊരു ഏരിയയാണ് സെയിൽസ്, ഞാൻ കൂട്ടത്തിൽ തന്നെ പറയട്ടെ. കാരണം അവിടെ എന്താണ്, എൻ്റെ റിസൾട്ട് കച്ചവടം നടന്നാൽ മതി, ഇനി എത്ര ദിവസം വന്നു അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു നോർമൽ സിനാരിയോയിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് റൂട്ടീൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ റൂട്ടീനാണ് നമ്മൾ SOP എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുക. ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കണം. ആ ടീം ആ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ പോവുക, അതിൻ്റെ ഒരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള, അത് റിപ്പീറ്റഡ്ലി അവർ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടായിരിക്കും നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത്. അപ്പോൾ കൃത്യമായിട്ട് റൂട്ടീൻ സെറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഒരു കസ്റ്റമറിനെ വിളിക്കേണ്ടത്, വിളിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കൺവേ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്, അതിൽ ഒബ്ജക്ഷൻസ് വരുമ്പോൾ എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യേണ്ടത്, ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് റിപ്പോർട്ടാണ് നമ്മളുടെ മുകളിലുള്ള ഹെഡിന്, ഇപ്പോൾ സെയിൽസിലാണെങ്കിൽ സെയിൽസ് ഹെഡിന് കൈമാറേണ്ടത്. ഈ സെയിൽസ് ഹെഡിന് ഇതേപോലെ റൂട്ടീൻ ഉണ്ടാവും. എന്തൊക്കെ കാര്യങ്ങളാണ് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് നിന്ന് വാങ്ങേണ്ടത്, ഈ വാങ്ങിയ കാര്യങ്ങൾ എപ്പോഴാണ് ഇന്ന സ്ഥലത്ത് കൊടുക്കേണ്ടത്, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് എവിടെ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. ഇത് എഴുതി വെച്ചിട്ടുള്ള റൂട്ടീന് നമ്മുടെ കയ്യിലുണ്ടാവണം. അത് അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കണം. ഇവിടെ ഉണ്ടാവുന്ന ഒരു ആംഗിൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ആൾക്ക് കൃത്യമായിട്ടൊരു ജേണി ഉണ്ട്. ഞാൻ എൻ്റെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ട് പോകുകയാണ് എന്നുള്ളൊരു സാധനം ഉണ്ടാവും. അവിടെ അധികം പരാതികൾക്ക് സ്കോപ്പില്ല. കാരണം ഓൾറെഡി അത് ക്ലാരിറ്റിയാണ്. പലപ്പോഴും ഈ ആൾക്കാർ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കുന്നില്ല. അത് നമ്മൾ എന്താ പറയുക, ഫൗണ്ടർ പറയും ഇവരിതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ അവർക്കൊരു ഇത് കാണിച്ചു കൊടുക്കണ്ടേ, ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് പറയാം. ഇവർക്ക് ഞാൻ പറയുന്നു, ഒരു എക്സെപ്ഷണൽ കേസ് അവിടെ ഉണ്ട്. നല്ല അഗ്രഗണ്യമായിട്ടുള്ള സെയിൽസ് ടീമിന് ഈ റൂട്ടീനൊന്നും അത്ര ഇഷ്ടം ഉണ്ടാവണം എന്നില്ല. പക്ഷെ ഒരു നോർമൽ ലെവലിൽ നമുക്ക് റൂട്ടീൻ നമ്മൾ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. ആ റൂട്ടീനെ വിളിക്കുന്ന പേരാണ് SOP എന്നുള്ളത്, അല്ലെങ്കിൽ സ്ട്രക്ചർ എന്നുള്ളത്. ആ റൂട്ടീൻ്റെ ഭാഗമാണ് ശരിക്കും റിപ്പോർട്ടിംഗ് എന്നുള്ളത്. ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഗോൾ മാത്രം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലത്തെ സെയിൽസ് ടീം സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കില്ല വർക്ക് ചെയ്യുന്നുണ്ടാവുക. എൻ്റെ ഡേയിലുള്ള എന്താണ് റിസൾട്ട് ഇല്ലാത്തത്, നമ്മൾക്ക് മീറ്റിംഗ് ഒക്കെ വിളിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പറയാമെന്നല്ലാണ്ട് പ്രത്യേകിച്ചൊരു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു റൂട്ടീൻ ഉണ്ടെങ്കിൽ അതായിരിക്കും കാര്യം. അവർ ഒരു ഗോളും ഉണ്ടാവും, അതേപോലെ തന്നെ എങ്ങനെ ആയിരിക്കും ട്രാൻസ്ഫർ എന്നുള്ള ക്ലാരിറ്റിയാണ് ശരിക്കും റൂട്ടീൻ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഗ്രോത്ത് എന്നുള്ള എസെൻഷ്യലിനെ കുറിച്ച് സംസാരിക്കാം. ഒരു സെയിൽസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗ്രോത്ത് എന്നുള്ളത്. അതെന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം.